പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊന്ന് ഈ നഴ്സുമാരുടെ ശമ്പള പരിഷ്കരണവുമായി നിലനിൽക്കുന്ന വിഷയമാണ്. നഴ്സുമാർ പലയിടങ്ങളിലും സമരത്തിൽ തുടരുകയാണ്. അപ്പോൾ ഇവരുടെ ശമ്പള പരിഷ്കരണം പഠിക്കാൻ ഒരു പ്രത്യേക സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇറക്കിയ കരട് വിജ്ഞാപനം പുതിയ സമിതി പഠിക്കും. വേണ്ട മാറ്റങ്ങൾ വരുത്തി പുതിയ കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കും. അതിനുശേഷം ശമ്പള പരിഷ്കരണ ഉത്തരവിറക്കും. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങളുമായി ചേർന്നു. സനിസ, ഇപ്പം അമലയിലും ജൂബിലിയിലും ഒക്കെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നഴ്സുമാർ സമരത്തിലാണ്. ഇവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന കാര്യം, കാരണം ഗതികേട് കൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങി എന്നുള്ള പ്രതികരണമാണ് നഴ്സുമാരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇപ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ ഒരു സമിതിയെ നിയോഗിക്കുമ്പോൾ എത്ര കണ്ട് പ്രതീക്ഷിക്കണം? എന്തൊക്കെയാണ് ഇവരുടെ പ്രത്യേക പരിഗണനാ കാര്യങ്ങൾ? ഇന്നലെയാണ് UNA പ്രതിനിധികളും അതുപോലെ മാനേജ്മെന്റും ആരോഗ്യ തൊഴിൽ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിലും ഒരു ചർച്ച നടന്നത്. ആ ചർച്ച പരാജയമായിരുന്നു. തുടർന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി ആ ഒരു ചർച്ചയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ കരട് വിജ്ഞാപനം കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് അഭിപ്രായങ്ങൾ തേടാൻ മാറ്റിവെച്ച കരട് വിജ്ഞാപനം ഉടനടി തന്നെ നിയമമാക്കി ഇറക്കുമെന്ന ഉറപ്പ് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കരട് ഇറങ്ങിയാൽ സർക്കാർ ഒരു നിശ്ചിത വേതനം ഉയർത്തിയാൽ മാത്രമേ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വേതനം ഉയർത്തൂ എന്നായിരുന്നു ജൂബിലി അമല ആശുപത്രികളുടെ നിലപാട്. അതുകൊണ്ട് ഉടനടി തന്നെ ഈ കരട് വിജ്ഞാപനം നിയമമാക്കുമെന്നൊരു ഉറപ്പാണ് തൊഴിൽ വകുപ്പ് മന്ത്രി UNA പ്രതിനിധികൾക്ക് നൽകിയത്. അപ്പോൾ ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇറക്കിയ കരട് വിജ്ഞാപനം പഠിക്കാനും തൊഴിൽ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂടാതെ ഇന്ന് ഉച്ചയ്ക്ക് തൊഴിൽ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുമായി UNA പ്രതിനിധികൾ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ അവരുടെ അഭിപ്രായങ്ങൾ, ഈ കരട് വിജ്ഞാപനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നതിൽ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കും. കൂടാതെ പരമാവധി വേഗത്തിൽ ഉത്തരവിറക്കാനാണ് തൊഴിൽ വകുപ്പിന്റെ നീക്കം. ഈ നിയമ വിദഗ്ധരുമായി ഇതിൽ കൂടിയാലോചന നടത്തും. പുതിയൊരു ലേബർ കോഡ് നിലനിൽക്കുന്നതിനാൽ അത് ഏതെങ്കിലും തരത്തിൽ നിയമവശം ഈ കരടിന് എതിരായിരിക്കുമോ അതടക്കം പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് തൊഴിൽ വകുപ്പ് ഉള്ളത്. എന്തായാലും എത്രയും പെട്ടെന്ന് എല്ലാ നിയമവശവും നോക്കി ഈ കരട് വിജ്ഞാപനം ഇറക്കാൻ തന്നെയാണ് തൊഴിൽ വകുപ്പ് നോക്കുന്നത്. കൂടാതെ ഇതിൽ കഴിഞ്ഞ സർക്കാർ ഇറക്കിയ കരട് വിജ്ഞാപനത്തിൽ UNA അടക്കമുള്ള സംഘടനകൾക്ക് എതിർപ്പുണ്ട്. അതിൽ അടിസ്ഥാന ശമ്പളം 25 മുതൽ 30 വരെയുള്ള സ്കെയിലിലാണ് കാറ്റഗറി, ഏറ്റവും ജൂനിയർ കാറ്റഗറിയിൽ വരുന്നത്. എന്നാൽ ഈ അടിസ്ഥാന ശമ്പളത്തിലടക്കം എതിരഭിപ്രായം UNAക്കുണ്ട്. അതിലടക്കം അവർ ഇത് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളിൽ അതടക്കം അവർ സൂചിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെയ്തു. ഓക്കെ സനിസ, ശരി. ഇപ്പം പുതിയൊരു സമിതി വരികയാണ്. കാര്യങ്ങളൊക്കെ പഠിച്ച് നഴ്സുമാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.